2014 കാലഘട്ടം. അന്ന് ഞാൻ 7ാം ക്ലാസ്സിലാണ് തോന്നണു. അന്ന് നമ്മുടെ പൂജ മാത്യു ഓം ശാന്തി ഓശാനയില് കൂളായിട്ട് പഠിച്ച് MBBS വാങ്ങിയും കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് ഡോക്ടറായിട്ട് നാട്ടിലേക്ക് വരെയും കണ്ടപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചത് ഞാനൊരു ഡോക്ടറാവുന്ന. ഇനി പൂജ മാത്യു ഡോക്ടർ ആയതിന്റെ സ്പീഡ് കണ്ട് അത്ര പെട്ടെന്ന് തന്നെ ഡോക്ടർ ആവാന്ന് കരുതി ആരും ഇങ്ങോട്ട് കയറി പോരണ്ട കേട്ടോ. കാരണം ഇത് മെഡിക്കൽ കോളേജാണ്. നമ്മളൊരു ചെറിയ പിഴ മതി ഒരു വലിയ തെറ്റ് സംഭവിക്കാന്. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയ? പൂജ മാത്യു. അപ്പൊ നിങ്ങൾ കരുതും ഞാൻ ആ ഒരു പടം കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഡോക്ടർ ആകാൻ നിന്നതെന്ന്. അങ്ങനെയല്ല, എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒന്നാണ് വെയിറ്റിംഗ്. അതിപ്പോൾ പടം കാണുകയാണെങ്കിൽ പോലും ഞാൻ 2x ഇട്ടായിരിക്കും കാണാം, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കാണും. സീരീസിന്റെ കാര്യമൊന്നും പിന്നെ പറയണ്ടല്ലോ. ഒട്ടും ക്ഷമയില്ലാത്ത എനിക്ക് എന്ത് സീരീസ് കാണാനാണ്. ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ എനിക്ക് ഇമ്മ്യൂണിറ്റി കൊണ്ട് ഒരു 5-8 കളിയാണ്. മനസ്സിലായില്ലേ? എന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ എന്നെ തൊടാതെ പോകലില്ല. ഇനി ആർക്കും വരാത്ത അസുഖം എന്നെ തൊട്ടിട്ട് പോകാറുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇമ്മ കൊണ്ടുപോകുമ്പോൾ ആകും ഒടുക്കത്തെ വരി. അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു ഞാനും ഒരു ഡോക്ടറാകും, പിന്നെ എനിക്ക് വരി നിൽക്കണ്ടല്ലോ എന്ന്. ഈവൻ എന്റെ അയലോകത്തെ താത്താനോട് വരെ ഞാൻ പറഞ്ഞിരുന്നത്രേ ഞാനൊരു ഡോക്ടറാകുന്ന. എന്തായാലും MBBS എടുക്കാനിരിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനില്ലേ, ഞാൻ പേടിപ്പിക്കൊന്നുമല്ല. ലൈഫ് ലോങ് നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യണമെന്നും സെർവ് ചെയ്യണമെന്നാണ് കരുതണമെങ്കിൽ ഇത് തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ കയറി വരുന്ന മക്കള് നന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കി കയറി പോരുക.